ഇന്നൊരു സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് കോഴിമുട്ടയോ താറാമുട്ടയോ എടുക്കാം. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കണം. ഈ ഒരു ഓംലെറ്റ് വെറുതെ കഴിച്ചാലും നല്ല ഫില്ലിംഗ് ആണ്. ചോറോ പലഹാരമോ ഒന്നും വേണമെന്നില്ല. ആദ്യം ചിരകിയ തേങ്ങ 1 ടേബിൾ സ്പൂൺ മുട്ടയിലേക്ക് ചേർക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ വളരെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ഇനി ടൊമാറ്റോയുടെ പൾപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി ചോപ്പ് ചെയ്തതും ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും പച്ചമുളക് ചോപ്പ് ചെയ്തതും അതിലേക്ക് ഇടാം. ടൊമാറ്റോയുടെ പൾപ്പ് ഉറപ്പായും കളഞ്ഞിരിക്കണം. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നീട് ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഏതൊരു പാത്രമാണെങ്കിലും ഇതേമാതിരി എണ്ണയൊന്ന് ചുറ്റിക്കുന്നത് നല്ലതായിരിക്കും. നോൺ സ്റ്റിക്ക് ആണെന്ന് കരുതി അങ്ങനെ ചെയ്യാതിരിക്കണ്ട. എണ്ണ ചൂടായതിനു ശേഷം മുട്ടയൊഴിച്ച് ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. കൂമ്പാരം കൂട്ടിയിട്ടാലേ അത് മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോകും. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്യണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളതല്ലേ, അപ്പോൾ പതുക്കെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വേകുകയും ഇല്ല. ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. എന്നാൽ പിന്നെ ആ മുട്ടയുടെ ഗുണം എല്ലാം പോകും. ഓംലെറ്റിൻ്റെ സൈഡ്സ് കാണുമ്പോൾ അത് ആവശ്യത്തിന് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാകും. ഇനി അത് തിരിച്ചിടാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുട്ട അധിക സമയം വേവിക്കരുത്. ഒരു 1.5-2 മിനിറ്റിനുള്ളിൽ അതെടുക്കണം. അതുതന്നെ ഇത്രയും വെജീസൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അത്രയും സമയം വേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി അതിൻ്റെ സൈഡ്സൊക്കെ പതുക്കെ ഒന്ന് ഇളക്കണം. അതിനുശേഷം സൂക്ഷിച്ചൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. നല്ല ടേസ്റ്റുള്ള ഒരു ഓംലെറ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.